പൂർത്തീകരിച്ചിരിക്കുന്നു. ചില പാരമ്പര്യങ്ങളിൽ മണവാളനും മണവാട്ടിയും പരസ്പരം മോതിരങ്ങൾ കൈമാറാറുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. എന്തുകൊണ്ടെന്നാൽ നാം വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്നു, ആദിയിൽ ദൈവമാണ് ഒരു കുടുംബത്തെ സൃഷ്ടിച്ചത്. ആദം ഹവ്വയെയോ ഹവ്വ ആദമിനെയോ സ്വയം സ്വീകരിക്കുകയോ തിരഞ്ഞെടുക്കുകയോ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ കുറച്ചുനാൾ ഒന്നിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയോ പിന്നെ വഴിപിരിയുകയോ ആയിരുന്നില്ല. ഇങ്ങനെയുള്ള പ്രവണതകൾ നമ്മുടെ ഇടയിൽ കടന്നുകൂടിയിട്ടുണ്ട്. ആധുനികതയുടെ പലതും ആകർഷണീയമായി തോന്നും. പക്ഷേ അവസാനം മാത്രമേ അതിൽ അന്തർലീനമായിരിക്കുന്ന അപകടം തിരിച്ചറിയുകയുള്ളൂ. ആധുനികതയുടെ സ്വാധീനങ്ങൾ ഏറി വരുമ്പോൾ വാത്സല്യ മക്കളെ, കർത്താവിൻ്റെ വാക്കുകളായിരിക്കണം നമുക്ക് മാർഗദീപം. അടുത്ത രണ്ടാമത്തെ ശുശ്രൂഷയിൽ വിശുദ്ധ ഏവൻഗേലിയോൻ വായനയുണ്ട്. വിവാഹ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ക്രിസ്തുവിൻ്റെ ഒരു പ്രബോധനമാണ് വിശുദ്ധ ഏവൻഗേലിയോൻ വായനയായി ക്രമീകരിച്ചിരിക്കുന്നത്. വേറൊരു കോണ്ടെക്സ്റ്റിൽ എങ്കിലും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ആദിയിൽ അങ്ങനെയായിരുന്നില്ല എന്ന്. ഇറ്റ് വാസ് നോട്ട് സോ ഇൻ ദ ബിഗിനിങ്. ആധുനികതയുടെ അപകടകരമായ അലയടികൾ അടിച്ചു വരുമ്പോൾ ഇത് നമ്മുടെ കാതുകളിൽ മുഴങ്ങണം, ആദിയിൽ അങ്ങനെയായിരുന്നില്ല എന്ന്. അതുകൊണ്ട് വാത്സല്യ മക്കളെ, എനിക്കൊന്നാമത് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, ആദിയിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് അറിയണം, അനുസരിക്കണം, പാലിക്കണം, അതിൽ നിലനിൽക്കണം. അതാണ് മക്കളെ നമുക്ക് അനുഗ്രഹകരവും കരണീയവുമായിട്ടുള്ളത്. ആദിയിൽ എങ്ങനെയായിരുന്നു? ദൈവമാണ് ഒരു കുടുംബത്തെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് രണ്ടാമത് ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ദൈവമാണ് ഈ കർമ്മത്തിൻ്റെ മുഖ്യ കാർമ്മികൻ. ദൈവം മുഖ്യ കാർമ്മികനായി നിന്നുകൊണ്ട് ഇന്ന് നിങ്ങളെ രണ്ടുപേരെയും ഈ പരിശുദ്ധമായ ദേവാലയത്തിൽ വെച്ച് ഒന്നാക്കി തീർക്കുമ്പോൾ സ്വർഗവും ഭൂമിയും ഒരുപോലെ സന്തോഷിക്കണം. ഒരു കാലത്തും ഒരു കാര്യത്തിലും ദുഃഖിക്കുവാൻ ഇടവരുത്തുകയും അരുത്. ദൈവത്തെ മുൻനിർത്തി ദൈവാശ്രയത്തോടും ദൈവഭയത്തോടും ദൈവികമായ മൂല്യങ്ങളോടും കൂടി നിങ്ങൾ ജീവിക്കുമ്പോഴാണ് സ്വർഗവും ഭൂമിയും ഒരുപോലെ സന്തോഷിക്കുന്നത്. അതിനാണ് മക്കളെ ദൈവം നിങ്ങളെ ഒന്നാക്കി തീർക്കുന്നത് എന്ന് ജീവിതത്തിൻ്റെ അവസാനം വരെ ഓർത്തിരിക്കാൻ കഴിയുമെങ്കിൽ ഏറെ നല്ലത്. 2025 ഒരു വർഷം കഴിഞ്ഞ് ഇത് 6ാം മാസമാണ്. 2025 കഴിഞ്ഞപ്പോൾ ഒരു വർഷം കഴിയുക എന്നുള്ളതിൽ ഉപരിയായി ഒരു നൂറ്റാണ്ടിൻ്റെ കാൽഭാഗം കൂടി കഴിയുകയായിരുന്നു. 21ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് ദ 21st century വാസ് ഓവർ. ഈ 25 വർഷം കഴിഞ്ഞപ്പോൾ മനുഷ്യ സമൂഹത്തിൽ ഉണ്ടായ വ്യതിയാനങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഈ മലയാളക്കരയിൽ ക്രൈസ്തവ കുടുംബ പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുള്ള ഭയാനകവും അപകടകരവുമായ വ്യതിയാനങ്ങളെക്കുറിച്ചുള്ള 1-2 പഠനങ്ങൾ ഞാൻ കണ്ടു. അത് നിങ്ങളുടെ പ്രായത്തിൽ ഉള്ളവരോട് നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൻ്റെ അഭിമുഖത്തിൻ്റെ റിപ്പോർട്ടായിരുന്നു. അതിൽ 80% കുട്ടികൾ, നിങ്ങളുടെ പ്രായത്തിലുള്ളവർ പറഞ്ഞ മറുപടി, there is no need for a marriage. വിവാഹത്തിൻ്റെ ആവശ്യം ഇല്ല എന്ന്. പരമ്പരാഗതമായി കൈമാറി തരികയും ദൈവം സ്ഥാപിക്കുകയും ചെയ്ത കുടുംബം എന്നുള്ള ഒരു സംവിധാനം, പരിശുദ്ധ സഭയുടെ പ്രബോധനം, പൂർവികരിൽ നിന്ന് കൈമാറി വന്ന അനുഭവം, ഇതിനെ എല്ലാം തകിടം മറിക്കുന്ന സ്വാധീനങ്ങളാണ് നമ്മുടെ ഇടയിൽ ശക്തമായി കടന്നു വരുന്നത്.
അതുകൊണ്ട് 80% ഓഫ് യങ്സ്റ്റേഴ്സ് ഓഫ് യുവർ ഏജ് റെസ്പോണ്ടഡ് ദർ ഈസ് നോ നീഡ് ഫോർ എ മാരേജ്. ബാക്കിയുള്ളതിൽ ഒരു കൂട്ടം ആൾക്കാർ പറഞ്ഞു, കുട്ടികൾ പറഞ്ഞു, വിവാഹം കഴിക്കണമെങ്കിൽ വിവാഹം കഴിക്കാം, പക്ഷേ ഞങ്ങൾക്ക് കുട്ടികൾ വേണ്ട. എവിടെ ക്രിസ്തീയ കുടുംബ സങ്കല്പത്തിൻ്റെ മൂല്യങ്ങൾ? മൂന്നാമതൊരു കൂട്ടരുണ്ടായിരുന്നു, അവരും പറഞ്ഞു വിവാഹം കഴിക്കണമെങ്കിൽ, ഇതെല്ലാം കണ്ടീഷനില്ല, വിവാഹം കഴിക്കണമെങ്കിൽ വിവാഹം കഴിക്കാം, ഒരു വൈബിന് വേണ്ടി. വൈഫല്ല, വൈബിന് വേണ്ടി. വൈബിനൊരു നല്ല മലയാളം പറയാമോ എന്ന് ചോദിച്ചാൽ, ഇന്നത്തെ തലമുറയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഓളത്തിന് വേണ്ടി. ഓളം കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഭാര്യ വീടിൻ്റെ അടുത്തുണ്ട്, അവിടെ വെള്ളം പൊങ്ങി കിടക്കുന്നിടത്ത് ഈ ഓളം. ജസ്റ്റ് ഫോർ എ ജോക്ക് ഓർ എ ഫൺ. വിവാഹ ജീവിതത്തിൽ തമാശ വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. 24 മണിക്കൂറും സീരിയസ് ആയിട്ടിരിക്കണമെന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ ജീവിതം മുഴുവനും ഓളമായി പോയാൽ ആ ഓളത്തിൽ അനുഭവങ്ങളങ്ങ് നഷ്ടപ്പെടുകയുള്ളൂ. ഇവിടെയാണ് ആദിമസഭയിലെ പിതാക്കന്മാർ പഠിപ്പിക്കുന്ന കുടുംബം എന്നുള്ളത്. നിസായിലെ വിശുദ്ധനായ ഗ്രിഗോറിയോസ് എന്ന പിതാവ് പറഞ്ഞു, ഫാമിലി ഈസ് എ റിപ്ലിക്ക ഓഫ് ദ ഹോളി ട്രിനിറ്റി. പരിശുദ്ധ തൃത്വത്തിൻ്റെ പതിപ്പ്. തൃത്വത്തിൻ്റെ പതിപ്പ് ഒരു കുടുംബമാകുമ്പോൾ 2 കാര്യങ്ങളാണ് ആ പിതാവ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ദ ഹോളിനെസ് ഇൻ എ ഫാമിലി സെറ്റപ്പ്, കുടുംബ അന്തരീക്ഷത്തിലുള്ള വിശുദ്ധിയുടെ മൂല്യങ്ങൾ, അനുഭവങ്ങൾ. 2, തൃത്വം എന്ന് പറയുന്നത് 1, 3 ഒന്നായി കാണുന്നത്. ദ ഇൻസെപ്പറബിൾ യൂണിറ്റി ഓഫ് ദ ഹോളി ട്രിനിറ്റി. അത് സ്ലീഹ വായിക്കുമ്പോഴും എവൻഗേലിയോൻ വായിക്കുമ്പോഴും നിങ്ങൾ കേൾക്കും. ആകയാൽ അവർ 2 അല്ല, ഒരു ശരീരമത്രേ. ദേ ആർ നോ ലോങ്ങർ 2 ബട്ട് 1 ബോഡി. അതാണ് തൃത്വത്തിൻ്റെ ഇസ് എ മിസ്റ്ററി എന്നും നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതൊരു രഹസ്യമാണ്. വേറൊരു കൂട്ടം പിതാക്കന്മാർ പറഞ്ഞു, ഫാമിലി ഈസ് എ പാരഡൈസ് ഓൺ ദി എർത്ത്. അത് ഭൂമിയിലെ പറുദീസയാ. പറുദീസയുടെ പ്രത്യേകത ദൈവ സാന്നിധ്യവും ദൈവ നടത്തിപ്പും ദൈവഹിതവും നിറവേറപ്പെടുന്ന ഇടമാണ് പറുദീസ. ദൈവഹിതത്തിന് വിഘാതം സൃഷ്ടിച്ചപ്പോഴാണ് ആദ്യ ദമ്പതികൾക്ക് പറുദീസയ്ക്ക് പുറത്തു പോകേണ്ടി വന്നത്. ഇത് ദൈവത്തോടുകൂടി ജീവിക്കുകയും ദൈവത്തിൻ്റെ ഹിതം നിറവേറപ്പെടുമെന്ന ഒരിടമാക്കി തീർക്കുകയും ചെയ്യണം. എനിക്ക് തോന്നുന്നത് ഇത്രയൊക്കെ മതിയെന്നാണ്. പോരെ മക്കളെ, പോരെ.